നമസ്കാരം. ഡോക്ടർ നെയിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന LIC ഹൗസിംഗ് ഫിനാൻസിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അപ്രന്റീസ്ഷിപ്പിനുള്ള അവസരമുണ്ട്. ബിരുദധാരികൾക്കാണ് ഇതിനേക്കുള്ള അവസരം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആകെ 250 ഒഴിവുകളാണ് കേരളത്തിലും അവസരങ്ങളുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതോടെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്കും ഷെയർ കൊടുക്കാൻ മറക്കരുത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് താല്പര്യമുള്ളവർ ശരിക്കും അവർക്ക് ഈ അപ്രന്റീസ്ഷിപ്പ് വഴി ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. പുതിയതായിട്ട് സോഫ്റ്റ് സ്കിൽസ്, ഡൊമൈൻ നോളജ്, അങ്ങനെ റിയൽ ടൈം ഒരു വർക്ക് എക്സ്പീരിയൻസ് അവർക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു എംപ്ലോയ്മെന്റ് അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അപ്രന്റീസ്ഷിപ്പ് മാത്രമേ ഒരു വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ലഭിക്കുമെന്ന പ്രതീക്ഷകളൊന്നും ആരും ഉണ്ടാകാൻ പാടില്ല. അതിലേക്ക് താല്പര്യമുള്ളതൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. വേക്കൻസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 250 വേക്കൻസികളാണുള്ളത്. ഓരോ സ്റ്റേറ്റ് വൈസ് വേക്കൻസികൾ പിന്നീട് പറയാം. കേരളത്തിൽ 7 വേക്കൻസികളാണ് ഉള്ളത്. ഇപ്പൊ അപ്രന്റീസ്ഷിപ്പ് പീരീഡ് 12 മാസം അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കും ലഭിക്കുക. അപ്രന്റീസ്ഷിപ്പിന് അവസരം ലഭിക്കുക. ഇതിലേക്ക് 2025 ജൂലൈ 14 ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആരംഭിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 12,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. പ്രായം പറഞ്ഞിട്ടുള്ളത് 1/6/2025 ജൂൺ 1-ന് 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2021 ജൂൺ 1-ന് മുമ്പ് ഡിഗ്രി പാസ്സാകുന്നതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല. 2001 ജൂണിന് ശേഷം ഉള്ള ബിരുദം നേടിയവർ മാത്രമേ അതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ ആകത്തുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ഏതെങ്കിലും ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങോ ഏതെങ്കിലും ട്രെയിനിങ് അതുപോലെ ഇപ്പം ചെയ്ത് കഴിഞ്ഞവരോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇടയ്ക്ക് നിർത്തിപ്പോയവരോ ഒന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നിങ്ങൾ അതിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NITS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിനായിട്ട് https:/NITS.education.go.in സൈറ്റിൽ പോയി നമ്മൾ ആദ്യം സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ലോഗിൻ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം വേണം ബാക്കി നടപടികൾ പൂർത്തിയാക്കണമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതിനായിട്ട് നിങ്ങൾ പോയിട്ട് അപ്രന്റീസ്ഷിപ്പ് അഡ്വർടൈസ്മെന്റ് ആ പോർട്ടലിൽ പോയിട്ട് https:/NITS.education.go.in/student.type.php എന്നുള്ളത് LIC HFL എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം ബാക്കി ഡോക്യുമെന്റ്സ് കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ലഭിക്കും. info@bfsissc.com എന്നുള്ള ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് സെലക്ഷന് വേണ്ടി. ആ സെലക്ഷന് വേണ്ടി 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള പരീക്ഷയായിരിക്കും. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയിൽ ഓൺലൈനായിട്ട് നമുക്ക് ആ പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. 100 മാർക്കിന്റെ 60 മാർക്ക് അല്ലെങ്കിൽ 60 മിനിറ്റ് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും. ഇതിലേക്ക് എക്സാമിനേഷൻ ഫീ ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ് 944 രൂപ ഈ എൻട്രൻസ് എക്സാമിനേഷന്റെ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. SC/ST കാരുടെ മരുന്നുകളാണെങ്കിൽ 708 രൂപ അടച്ചാൽ മതി. എന്നാൽ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 472 രൂപയാണ് അവർക്കുള്ള അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് അറിയുന്നവർക്ക് മാത്രമേ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ഇതിന്റെ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് 2025 ജൂൺ 13 മുതൽ ജൂൺ 28 വരെയാണ് അവസരം. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിനുശേഷം ഫീസ് അടയ്ക്കാനായിട്ട് നമുക്ക് 30 ജൂൺ 2025 വരെ അവസരമുണ്ട്. അതിന് മുമ്പ് ഫീസ് അടച്ചിരിക്കണം. അതിനുശേഷം എൻട്രൻസ് എക്സാമിനേഷൻ 2025 ജൂലൈ 3 ആണ് എൻട്രൻസ് എക്സാമിനേഷൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവര് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇന്റർവ്യൂ ഉണ്ടാകും. അത് 2025 ജൂലൈ 8 മുതൽ 9 വരെ ആയിരിക്കും. ടെന്റേറ്റീവ് ആണ്, ചിലപ്പോൾ ചെറിയ വേരിയേഷൻ വരാം. അതിനുശേഷം അപ്രന്റീസ്ഷിപ്പ് ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ജൂലൈ 10 മുതൽ 11 വരെ അവസരമുണ്ട്. 2025 ജൂലൈ 14 ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് ഒക്കെ വേണമെങ്കിൽ info@bfsissc.com എന്ന ഇമെയിലിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ 250 വേക്കൻസികളിൽ കേരളത്തിലെ 7 വേക്കൻസികളാണുള്ളത്. ഇതിന്റെ പ്ലേസ് നമുക്ക് നോക്കാം. പ്രതിമാസം 12,000 രൂപയ്ക്കും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. കേരളത്തിലെ വേക്കൻസികൾ എറണാകുളത്ത് 2 വേക്കൻസികളുണ്ട്, തൃശ്ശൂർ 2 വേക്കൻസി, പിന്നെ പാലക്കാട്, കോഴിക്കോട്, കൊല്ലം ഓരോ വേക്കൻസി, അങ്ങനെ 7 വേക്കൻസിയാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.